കയ്പമംഗലം പഞ്ചായത്തിലെ കനോലി കനാൽ കര കവിഞ്ഞതിനെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറി. കാക്കാത്തുരുത്തി ലാൽ ബഹദൂർ ശാസ്ത്രി കോളനിയിലാണ് വെള്ളം കയറിയിട്ടുള്ളത്. 20ഓളം വീടുകളാണ് ഇവിടെ വെള്ളക്കെട്ടിലായത്. മഴയെ തുടർന്ന് പല പ്രദേശങ്ങളും ഇപ്പോൾ വെള്ളക്കെട്ടിലായിട്ടുണ്ട്. ഞങ്ങൾക്ക് മഴയെ അത്യാവശ്യം ചെറുക്കാനുള്ള സജ്ജീകരണം അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പരിപാടികളൊക്കെ ഇവിടെയുണ്ട്. എന്നാൽ വളരെ അപ്രതീക്ഷിതമായിട്ട് ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാമുകളുടെ ഷട്ടർ ഉയർത്തുന്നതോടുകൂടി നമ്മുടെ കനോലി കനാല് നിറഞ്ഞ് പുറത്തേക്ക് കവിയാണ്. അതിൽ ഏറ്റവും അത്തരം ഇതിൽ കൂടുതൽ പ്രശ്നങ്ങൾ പറ്റുന്ന സ്ഥലം എന്ന് പറയുന്നത് കയ്പമംഗലം, എടത്തിരുത്തി പോലുള്ള മേഖലകളാണ്. അപ്പുറത്തേക്ക് ഇതിൻ്റെ ഇപ്പോൾ റിസൾട്ട് ആയിട്ടില്ല. ചിലപ്പോൾ ഒരു പക്ഷേ ഇത് കൂടുതൽ വെള്ളം വന്നാൽ ചിലപ്പോൾ ഇത് അങ്ങനെ ആയിരിക്കും എന്ന് അറിഞ്ഞുകൂടാ. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ കോളനി പരിസരത്ത് ഏകദേശം 30 വീടുണ്ട്. അതിൽ 20 വീടുകളിപ്പോൾ മാറി തൊട്ടുള്ള ബദർപ്പള്ളിയുടെ ബന്ധപ്പെട്ട ഇതിലേക്ക് ക്യാമ്പിലേക്ക് മാറുകയാണ്. അത് മാത്രമല്ല, ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലെല്ലാം നല്ലവണ്ണം വെള്ളം കയറി തുടങ്ങി. ഇവിടെ നിന്ന് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ ഒക്കെ നമുക്ക് പരിശോധിച്ചാൽ അറിയാം, ഇനിയും അതിൻ്റെ ജലനിരപ്പിൻ്റെ ഇത് ഉയർന്നു വരികയാണ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമ്പിലെ ആളുകളുടെ എണ്ണവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും വളരെ സജീവമാക്കേണ്ട ഒരു പരിസ്ഥിതി വരികയാണ്. അപ്പം അത് നാട്ടിലെല്ലാവരുടെ കൂട്ടായി ഒരു പരിശ്രമം നടത്തി അവരെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏക മാർഗം. ഞങ്ങൾക്കറിയാം, അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ നീങ്ങുകയാണ്. ചളിങ്ങാട് പാലിയംചിറ ഭാഗത്തും വെള്ളം കയറിയിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം ഇവിടെ നേരിയ തോതിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നുവെങ്കിലും ഇന്ന് രാവിലെ മുതലാണ് വീടുകളിലേക്ക് വെള്ളം കയറി തുടങ്ങിയത്. ഇവിടെയുള്ള കുടുംബങ്ങളെ കാക്കാത്തുരുത്തി ഇസ്സത്തുൽ ഇസ്ലാം മദ്രസയിലേക്ക് മാറ്റി താമസിപ്പിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി പറഞ്ഞു. നമ്മുടെ കൈപ്പലം പഞ്ചായത്തിൽ 2-3 വാർഡുകളാണ് കൂടുതലായിട്ട് വെള്ളക്കെട്ട് കാണുന്നത്. ഇതിപ്പോൾ നമ്മുടെ കനോലി കനാല് നിറഞ്ഞൊഴുകിയത് കൊണ്ടാണ് നമ്മുടെ 9ാം വാർഡിൽ മൊത്തം വെള്ളക്കെട്ട്. SC കോളനികളാണ് കൂടുതലായിട്ട് വെള്ളക്കെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അവർ അടിയന്തരമായിട്ട് തന്നെ ക്യാമ്പിലേക്ക് മാറ്റാനുള്ള സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബദർ പള്ളിയിലേക്ക് മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. എന്തായാലും വൈകിട്ടത്തോടുകൂടി ഇവിടുത്തെ 20 വീടുകൾ മാറ്റേണ്ട രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഉണ്ട്. MLAയുടെ ഒക്കെ നേതൃത്വത്തിൽ തന്നെ വളരെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. വെള്ളം ഇറങ്ങിയതിന് ശേഷം അവരെ വീണ്ടും ഇവിടേക്ക് തന്നെ കൊണ്ടുവരുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ ആലോചിക്കുന്നത്. കാരണം വളരെ ശോചനീയമായ വീടുകളാണ് മുഴുവനായിട്ടും. ഈ വെള്ളക്കെട്ടോടുകൂടി അതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ്ട ഒരു അവസ്ഥ വരെ എത്തിയിട്ടുണ്ട്. അടിയന്തരമായിട്ട് സർക്കാരിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാവുമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ET ടൈസൺ MLA, പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ദേവിക ദാസൻ, PA ഇസഹാഖ്, PK സുകന്യ, പഞ്ചായത്ത് അംഗങ്ങളായ CJ പോൾസൺ, UY ഷമീർ, DB ഷഫീഖ്, PA ഷാജഹാൻ, റസീന ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ വെള്ളക്കെട്ട് പ്രദേശങ്ങൾ സന്ദർശിച്ചു.
ഞങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം.